വെളുത്തുള്ളി കൊണ്ട് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എൻ്റെ ഫേവറേറ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വേഗം വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി തട്ട് തന്നെ വേണമെന്നില്ല, ആവിയിൽ വെക്കുന്ന ഏത് പാത്രം ആയാലും മതി. അപ്പോൾ അതിൻ്റെ മേലേയിട്ട് ഞാൻ ഓരോ പീസ് വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയിലേൻ്റെ മേലേൽ ഈ വെളുത്തുള്ളി ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പൊളിച്ചത് വെച്ച് കൊടുക്കാം കേട്ടോ. വലിയ വെളുത്തുള്ളിയാണ് കട്ട് ചെയ്തിട്ട് വെച്ചോളൂ. പിന്നെ ഇത് ഏകദേശം ഒരു 1.5-2 കപ്പിൻ്റെ അടുത്തേ വെളുത്തുള്ളി ഉണ്ടാവുള്ളൂ പൊളിച്ചതിന് ശേഷം. ഇനി ഇതിനൊരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. ഞാൻ ഇന്ന് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള പാത്രം എന്ന് പറയുന്നത് ഹെൽത്തി കുക്ക്വെയർ ബ്രാൻഡായിട്ടുള്ള ദ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഇഡ്ഡലി പോട്ടാണ് കേട്ടോ. ഇതിനകത്ത് ഇഡ്ഡലിൻ്റെ ആ ഒരു സെറ്റ് മാത്രമല്ല, ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ അതേ ഇതിൽ 2 ഇഡ്ഡലി തട്ട് വരുന്നുണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കറിയൊക്കെ വെക്കാനും മസാലയൊക്കെ ആക്കാനായിട്ട് ഈ പാത്രം ഉപയോഗിക്കാം. അത്രയും നല്ല വലിപ്പമുള്ള പാത്രമാണ്. പിന്നെ അതിലേക്ക് ഒരു അരിപ്പത്തട്ടും അതുപോലെ തന്നെ 2 ഈ ഒരു ടൈപ്പിലുള്ള തട്ടും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്, ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എരിവ് നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1.5 മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല ചൂടുള്ള പാത്രമാണ്. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പാത്രവും ഇൻഡസ് വാലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. പൊടിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ എടുക്കാം. വെളിച്ചെണ്ണയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുകും 2 ടീസ്പൂൺ നിറയെ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും. വെളുത്തുള്ളി ചേർക്കുന്നതിന് മുമ്പായിട്ട് നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റോളം ഇത് എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ നമുക്ക് കുറേ ദിവസം പുറത്ത് വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുണ്ടാവും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ബാലൻസാക്കി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കട്ടയായിട്ട് തന്നെ ചേർക്കുന്നത്. നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് മെൽറ്റ് ആയിക്കോളും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അത് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ 1/4 കപ്പ് മതിയാവില്ല, ചിലപ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണും കൂടെ വിനാഗിരി പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ചൂടാറുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. അപ്പോൾ അതാ പറഞ്ഞാൽ ഒരുപാട് തിക്കായി തോന്നുവാണെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, പെട്ടെന്ന് കേടായി പോവും. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അച്ചാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. എനിക്ക് നല്ലെണ്ണേൻ്റെ ഫ്ലേവർ തീരെ ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കാർണർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്